ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഷൂ കുൻഫെയ് ഇതൊരു ലേഡിയുടെ പേരാണ്, ചൈനീസ് ലേഡിയാണ്. ഒരു 1999 ഇവരൊരു കമ്പനി തുടങ്ങുന്നുണ്ട്. ആ കമ്പനിയുടെ പേരാണ് ലെൻസ് ടെക്നോളജി എന്ന് പറഞ്ഞ കമ്പനി. ഈ ലെൻസ് ടെക്നോളജി ഇപ്പം മാർക്കറ്റിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വലിയ കമ്പനിയാണ്. $9 ബില്യൺ to $10 ബില്യൺ റവന്യൂ ഉള്ളൊരു കമ്പനിയാണ്. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ചൈനയുടെ ഈ ഷൂ കുൻഫെയും അതുപോലെ ഈ ലെൻസ് ടെക്നോളജി എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴായിട്ട് പല ടെക്നോളജിക്കൽ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട DRDOയുടെ ഇന്ത്യയുടെ പുരോഗതിയെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വളരെ നിർണായകമായിട്ടുള്ള ഈ ഒരു പേര് ഞാൻ ശ്രദ്ധിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ട്രംപ് അമേരിക്കയിൽ നിന്നും 16 ബില്യണിയേഴ്സിനെ കൊണ്ട് ചൈനയിൽ അണിനിരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ ചൈന ഒരു വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചൈനയുടെ ഷീ ജിൻപിങ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയുടെ ആ ലേഡിയുടെ പേരാണ് ഷൂ കുൻഫെയ്. ചൈനയിലെ ഹൂനാൻ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട വ്യക്തിയാണ് ഈ ഷൂ കുൻഫെയ്. എന്തുകൊണ്ട് ഷീ ജിൻപിങ് ഈ ഷൂ കുൻഫെയ് എന്ന് പറഞ്ഞ ഈ ലേഡിയെ ഈ മീറ്റിങ്ങിൽ ഈ 16 US ബില്യണിയേഴ്സിൻ്റെ ഇടയിൽ കൊണ്ട് ഇരുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റ സിമ്പിൾ മറുപടിയാണ്. അതായത് ചൈന സിംബോളിക്കായിട്ട് കൊടുത്തൊരു മറുപടിയാണ്. അമേരിക്കയിൽ നിന്ന് ട്രംപ് കൊണ്ടുവന്നത് ബില്യണിയേഴ്സ് ആണ്. അവർക്കെല്ലാം ചൈനയോട് താല്പര്യമുണ്ട്. പലതരത്തിലുള്ള എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സോ ഇത് ചൈനയ്ക്കും കൂടി ഗുണമുള്ള കാര്യമാണ് എന്നുള്ള തരത്തിൽ സൂചിപ്പിക്കാനാണ് വന്നത്. ആ വന്നതിൽ ടോപ്പ് ലെവലിലുള്ള 2-3 ആൾക്കാരെ നിങ്ങൾ നോക്കൂ. ഒന്ന് ഇലോൺ മസ്ക്, 2 ടിം കുക്ക്, ആപ്പിളിൻ്റെ CEO. ഈ 2 പേര് മാത്രം നിങ്ങൾ എടുത്തോ. ബാക്കിയുള്ളത് ഇപ്പോൾ ഓപ്പൺ AI ആയിക്കോട്ടെ, NVIDIA ആയിക്കോട്ടെ, ഇവരൊക്കെ ചിപ്പ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ചിപ്പ് മാനുഫാക്ചറിങ് ചെയ്താലും അത് ഡിവൈസിൽ യൂസ് ചെയ്യണം. ആ ഡിവൈസുകൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ആപ്പിൾ ഐപാഡ്, എയർപാഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഗാഡ്ഗറ്റ്സുകൾ നിർമ്മിച്ചാലേ ഈ ആപ്ലിക്കേഷൻസ് അവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഓപ്പൺ AI എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ്റെ കമ്പനിയാണ്. ഇപ്പോൾ ഈ ഓപ്പൺ AI എന്ന് പറഞ്ഞ സാധനം ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈസ് വേണമല്ലോ. അപ്പോൾ ഡിവൈസിനാണ് പ്രാധാന്യം. ഈ ഡിവൈസുകളുടെയൊക്കെ സ്ക്രീൻ നിർമ്മിക്കുന്ന കമ്പനിയാണ് ലെൻസ് ടെക്നോളജി. ഒരു ദിവസം കൊണ്ട് ഈ ലെൻസ് ടെക്നോളജി ഇതിൻ്റെ സ്ക്രീൻ നിർമ്മാണത്തിൽ എത്തിപ്പെട്ടതല്ല. ഈ ലെൻസ് ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ 1993 ഗ്ലാസ്, ചെറിയ വാച്ചുകൾക്കുള്ള കണ്ണാടി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സാധാരണ ഒരു കമ്പനിയാണ്. വളരെ ബേസിക് ലെവലിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ്. ആ കമ്പനി വളരെ നഷ്ടത്തിലായിരുന്നു. അത് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത സമയത്ത് ഇവർ എവോൾവ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഈ കമ്പനിയെ. അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ഇവർ ടച്ച് സ്ക്രീൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാവീണ്യം നേടിയതും ആ മേഖലയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തതും. അപ്പോൾ ഈ ഷൂ കുൻഫെയ് എന്ന് പറഞ്ഞ ഈ ലേഡിയുടെ കഠിനാധ്വാനം, ഹാർഡ് വർക്ക് ഈ ലെൻസ് ടെക്നോളജി എന്ന് പറഞ്ഞ കമ്പനിയുടെ പുറകിൽ വളരെ വലുതാണ്. അത് അപ്രിഷിയേറ്റബിൾ ആണ്. അത് അവരുടെ കൃത്യമായിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, അവരുടെ കമ്പനി ഫോർമേഷൻ തൊട്ട് ഇതുവരെ അവർ സഞ്ചരിച്ച ആ റൂട്ട് മാപ്പ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഹാർഡ് വർക്ക്. അതാണ് ഈ കമ്പനിയെ ഇത്രമാത്രം പവർഫുൾ ആക്കിയത്. അതോടൊപ്പം മാറി വരുന്ന കാലഘട്ടത്തിൻ്റെ ടെക്നോളജിക്കൽ നീഡ്, അതാണ് ഇവിടെ കൃത്യമായിട്ട് ഈ കമ്പനി ആ സർവീസ് ഏരിയ കണ്ടെത്തി അവിടെയാണ് ഇവർ പൊസിഷൻ ഉറപ്പിച്ചത്. അതാണ് ലെൻസസ് ടെക്നോളജിയുടെ വിജയം. എനിവേ, അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഏതൊരു എംപവേർഡ് ബിസിനസ്മാനും കണ്ടു പഠിക്കേണ്ട പാഠങ്ങൾ ഇതിനകത്തുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഇലോൺ മസ്കിനായാലും ശരി തന്നെ, ടിം കുക്കിനായാലും ശരി തന്നെ, ആപ്പിളിൻ്റെ ഓണർക്കൊക്കെ കൃത്യമായിട്ടൊരു മറുപടിയാണ്. അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ലെൻസ് ടെക്നോളജീസിൽ നിന്നും എന്താണ് ടച്ച് സ്ക്രീൻ ഇറങ്ങണം. ടച്ച് സ്ക്രീൻ ഇല്ലാതെ ഈ സാധനങ്ങൾക്കൊക്കെ ഒരു മൂല്യമില്ല. ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഈ ഫോണിനും ഐപാഡിനും മാത്രമല്ല. ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞത് ഈ ലെൻസ് ടെക്നോളജി എന്ന് പറഞ്ഞ കമ്പനി പല ഗാഡ്ഗറ്റ്സുകൾക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇന്ന്. അത് പല ബസ് സ്റ്റേഷനുകളിലുള്ള ബോർഡുകളായിക്കോട്ടെ, അതുപോലെ റോബോട്ടിക്കിൻ്റെ സ്ക്രീൻ ആയിക്കോട്ടെ, അതുപോലെ ഐപാഡുകൾ, ആപ്പിൾ ഫോണുകൾ, അതേപോലെ തന്നെ ഈ ലോകത്തുള്ള പല ഗാഡ്ഗറ്റ്സുകളും ഇന്ന് ഇറങ്ങുന്ന മിക്ക ഗാഡ്ഗറ്റ്സുകളിലും ഈ ലെൻസ് ടെക്നോളജിയാണ് ഈ ടച്ച് സ്ക്രീൻ സപ്ലൈ ചെയ്യുന്നത്. അത്ര വലിയ മാസീവായിട്ടുള്ള കമ്പനിയാണ്. നിരവധി തൊഴിലാളികളുണ്ട്, വലിയ കമ്പനിയാണ്. ആ കമ്പനിയുടെ ഫൗണ്ടറിനെ ഇരുത്തിയാണ് ഷീ ജിൻപിങ് ഈ 16 പേർക്ക് മറുപടി കൊടുത്തത്. H200 എന്ന് പറഞ്ഞ ഈ NVIDIA ചിപ്പ് അത് ചൈന നിഷേധിച്ചു കഴിഞ്ഞു. അത് ഓൾമോസ്റ്റ് ഞങ്ങൾ പ്രൊഡക്ഷൻ ലൈനിലിരിക്കുന്ന പൈപ്പ് ലൈനിലുള്ള ഒരു പ്രോഡക്റ്റാണ്, ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചൈന എല്ലാം വളരെ കൃത്യമായിട്ട് കൃത്യം ഈ അമേരിക്കയുടെ സന്ദർശനം ചൈനയ്ക്ക് എങ്ങനെ വിജയകരമായിട്ട് ആക്കി തീർക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ അവർ വളരെ പോസിറ്റീവായിട്ട് ഇതിനെ കാണുകയും അതോടൊപ്പം കൃത്യമായിട്ടുള്ള മറുപടികൾ പല പ്രവൃത്തികളിലൂടെ അമേരിക്കയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്.
അതിലവർ ഒട്ടും പിന്നോട്ട് പോയില്ല. ഇനിയിപ്പോൾ ചൈനയ്ക്ക് ഇപ്പോൾ അടുത്ത് ഒരു പ്രതിസന്ധി ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓസ്ട്രേലിയയിൽ നിന്നും ചൈനീസ് കമ്പനിയെ മൈനിങ് ചെയ്യുന്നതിൽ നിന്നും ഓസ്ട്രേലിയ നീക്കം ചെയ്തിരിക്കുകയാണ്. അത് ഇനി ചൈനീസ് കമ്പനികൾ അവിടെ മൈനിങ് ചെയ്യണ്ട എന്നുള്ളതാണ് ഓസ്ട്രേലിയയുടെ തീരുമാനം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഡീപ്പായിട്ട് നമ്മൾ പോകണ്ട. ഇപ്പം ഓസ്ട്രേലിയയ്ക്കും ചൈനയ്ക്കും തമ്മിൽ ഇങ്ങനൊരു പ്രശ്നം ഇപ്പം ഉടലെടുത്തിട്ടുണ്ട്. അതുപോലെ ചൈനയുടെ ഗ്രോത്ത് കഴിഞ്ഞ ഏപ്രിൽ വരെ, ഈ വർഷത്തിൽ 2026 കഴിഞ്ഞ ഏപ്രിൽ വരെ സ്റ്റേബിൾ ആയിരുന്നു. 5% എബോ ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ഗുഡ് ഗ്രോത്ത് ആയിട്ടാണ് കരുതപ്പെടുന്നത് സ്റ്റാറ്റിസ്റ്റിക്കലി. ട്രംപ് ആണെന്നുണ്ടെങ്കിൽ ഇറാനെതിരെ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് സറണ്ടർ ആവുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ സ്ലെഡ്ജ് ഹാമർ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ പേജ് ട്വീറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ മോദി നെതർലാൻഡ് സന്ദർശനം പൂർത്തിയാക്കി സ്വീഡനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സ്വീഡനിലും ഊഷ്മളമായ സ്വീകരണം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെയും അവാർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ മോദിക്ക്. റോയൽ ഓർഡർ ഓഫ് പോളാർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബഹുമതിയാണ്, സ്വീഡൻ്റെ ഉന്നത ബഹുമതി തന്നെയാണ് പ്രൈം മിനിസ്റ്റർ മോദിക്ക് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് മീൻസ് ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നത്. റോയൽ ഓർഡർ ഓഫ് പോളാർ സ്റ്റാർ കമാൻഡർ ഗ്രാൻഡ് ക്രോസ് എന്നാണ് ആ അവാർഡിൻ്റെ ഫുൾ പേര്. അതുപോലെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ഉർസുല ഫോൺ ഡർ ലൈനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി FTA ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് കുറച്ചുകൂടെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റും അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അത് എത്രയും വേഗത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം ജാനുവരിയിൽ സൈൻ ചെയ്തതാണ്, ഇപ്പം ഒരു ഹാഫ് വേയിൽ അത് എത്തിയിട്ടുണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം യൂറോപ്പിൽ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അവർക്ക് തന്നെ പല രാജ്യങ്ങളുടെയും ഇലക്ഷൻ മാനേജ് ചെയ്യാൻ തന്നെ അവർക്ക് സമയം വേണം. കാരണം പല രാജ്യങ്ങളുടെ ഇലക്ഷനിലും അവർ കൈകടത്തും യൂറോപ്യൻ യൂണിയൻ. അത് അവരുടെ പ്രധാന ഹോബിയാണ്. ഈ കൈകടത്തലിന് പുറകിലുള്ളത്, ഇവർ കൈകടത്തൽ നടത്തി അവിടെ ഇവർക്ക് ഇവരുടെ നയങ്ങളെ അനുകൂലിക്കുന്ന, യൂറോപ്യൻ യൂണിയൻ്റെ നയങ്ങളെ അനുകൂലിക്കുന്ന നേതാക്കൾ അവിടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ FTA എളുപ്പത്തിൽ പാസ്സായി കിട്ടും, ഇന്ത്യയുടെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. അതേപോലെ സ്വീഡൻ പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യക്കുള്ളിൽ നടത്തിയ പഹൽഗാം ആക്രമണത്തിനെ എതിർത്ത് കണ്ടംപ്റ്റ് ചെയ്ത് സ്വീഡൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒന്നുകൂടി പുതുക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെന്തായാലും പ്രൈം മിനിസ്റ്റർ മോദി ഒരു താങ്ക്സ് നോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഗോത്തൻബർഗ് റൗണ്ട് ടേബിൾ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. ഫിൻലാൻഡുമായിട്ട് ഒരു നിർണായക കരാർ റെഡിയായിട്ടുണ്ട്. അതായത് ഫിൻലാൻഡ് ഇൻ്റലിജൻസ് ടെക്നോളജിയിൽ അതിവിദഗ്ധരാണ്. ICI എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഈ കമ്പനിയാണ് ഇൻ്റലിജൻസ് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ വിദഗ്ധർ. ഒരു ജൈഗാൻറ്റിക് കമ്പനിയാണിത്. അപ്പോൾ അവർ ഇന്ത്യക്കുള്ളിൽ അവരുടെ പ്രവർത്തന യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് സമ്മതം പറഞ്ഞിട്ടുണ്ട്. സ്പേസ് ബേസ്ഡ് ഇൻ്റലിജൻസ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്ഥാപിക്കാൻ അവർ റെഡിയാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്പേസ് ബേസ്ഡ് ഇൻ്റലിജൻസ് ഫെസിലിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ICI എന്ന് പറഞ്ഞ കമ്പനി, ഫിന്നിഷ് കമ്പനി സഹായിക്കും. ഇന്ത്യയെ സഹായിക്കും, ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കും. ഇത് ഇന്ത്യയുടെ ISROയുടെ, അതേപോലെ ഇന്ത്യയിൽ നിരവധി SME കമ്പനികളുണ്ട് ഈ സ്പേസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന. ഇവർക്കെല്ലാം തന്നെ ഒരു മുതൽക്കൂട്ടാവും. പ്രത്യേകിച്ച് സ്പേസ് ബേസ്ഡ് ഗ്ലോബൽ എക്കോണമിയിൽ ഇന്ത്യക്കൊരു മുതൽക്കൂട്ടാവും. ICI എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇന്ത്യയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, ഇന്ത്യയും UAEയും തമ്മിൽ ഒരു കരാർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വിട്ടുപോയതാണ്. ശരിക്കും ഈ ഷിപ്പ് റിപ്പയറിംഗ് യൂണിറ്റ് വാടിനാർ എന്ന് പറഞ്ഞ ഗുജറാത്തിൻ്റെ പോർട്ടിൽ UAEയുടെ കപ്പലുകൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി തുടങ്ങാൻ വേണ്ടിയിട്ട് UAEയും ഇന്ത്യയും തമ്മിൽ ധാരണയായിട്ടുണ്ട്. അങ്ങനെ പ്രൈം മിനിസ്റ്റർ മോദി സ്വീഡനുമായിട്ട് പലതരത്തിലുള്ള എഗ്രിമെൻറ്റുകളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ എക്കോണമി, ഡിഫൻസ്, ടെക്നോളജി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കരാറുകളാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നോർവേയിലേക്ക് യാത്രയായിരിക്കുകയാണ്. ഇന്ന് നോർവേയിലെത്തും. പ്രശസ്തമായ നോർഡിക് സബ്മിറ്റിൽ പങ്കെടുക്കും. 43 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. പാകിസ്ഥാൻ്റെ തീവ്രവാദികളുടെ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പേര് ജമ്മു ആൻഡ് കശ്മീരിൽ പ്രവർത്തിക്കുന്നതായിട്ട് ഇൻഫർമേഷൻ കിട്ടിയതിനെ തുടർന്ന് ജമ്മു ആൻഡ് കശ്മീരിൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇറങ്ങിയിരിക്കുകയാണ്. തിരച്ചിൽ തുടരുകയാണ്. നെതർലാൻഡിൻ്റെ കമ്പനിയുമായിട്ട് ടാറ്റ ഇലക്ട്രോണിക്സ് ചിപ്പ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഒരു നിർണായകമായിട്ടുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് നെതർലാൻഡിന് വളരെ പ്രാധാന്യമുണ്ട് ഈ മൈക്രോ ചിപ്പ് നിർമ്മിക്കുന്നതിൽ. അതിൻ്റെ ഫാബ് ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ്. ആ മിഷനറി നെതർലാൻഡിന് മാത്രമാണ് ഉള്ളത്. അമേരിക്കയ്ക്ക് ഉൾപ്പെടെ സപ്ലൈ ചെയ്യുന്നത് നെതർലാൻഡാണ്. ആ നെതർലാൻഡുമായിട്ടാണ് ഈ ASML എന്ന് പറഞ്ഞ ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യ. വളരെ നിർണായകമായിട്ടൊരു കരാറാണ് ഇത്. അത്ര നിസ്സാരവൽക്കരിക്കേണ്ട ഒരു കരാറല്ല.
കാരണം ഇന്ത്യ സെമി കണ്ടക്ടർ മേഖലയിൽ മുന്നോട്ട് ചുവട് വെക്കണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഫാബ് ടെക്നോളജി എന്ന് പറഞ്ഞ ഈ സെമി കണ്ടക്ടർ മേഖലയിൽ മൈക്രോ ചിപ്പ് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, നാനോ ചിപ്പ് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഈ നെതർലാൻഡിൻ്റെ ഈ കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരിക്കും. അപ്പോൾ ഇന്ത്യക്ക് അവർ ഈ സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് സമ്മതം പറഞ്ഞിട്ടുണ്ട്. ടാറ്റ ഇലക്ട്രോണിക്സ് ആണ് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കരാറാണ്. അത് നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നത് എനിക്കറിയത്തില്ല. ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഞാൻ പറയുന്ന വിഷയം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഉൾപ്പെടെ ഈ ടെക്നോളജി കൊടുക്കുന്നത് നെതർലാൻഡാണ്. നെതർലാൻഡിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചിപ്പ് നിർമ്മിക്കാൻ പറ്റില്ല. ഇനി റയർ എർത്ത് എലമെൻറ്റ്സ് കിട്ടിയാലും ശരി, എന്ത് കിട്ടിയാലും ശരി. കാരണം ഈ മിഷനറി ടെക്നോളജി അവരുടെ കയ്യിലാണുള്ളത്. ഇത് അത്ര ഫൈൻ ട്യൂൺഡ് ടെക്നോളജിയാണ്. പിന്നെ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, ഒന്ന് ഈ തമിഴ്നാട്ടിൽ കിട്ടേണ്ടിരുന്ന ഒരു പ്രോജക്റ്റ്, ഏതാണ്ട് 16,000 കോടിയുടെ ഒരു പ്രോജക്റ്റ്, അത് ചന്ദ്രബാബു നായിഡു കൊണ്ടുപോയി. അതായത് തമിഴ്നാട്ടിൽ ഹൊസൂറിൽ സ്ഥാപിക്കേണ്ടിയിരുന്ന ടെസ്റ്റിംഗ് സെൻറ്റർ. എന്തിന് ടെസ്റ്റിംഗ് സെൻ്ററാണ്? AMCA പ്രോജക്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ 5th ജെൻ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് ബംഗളൂരിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്നും അവർ ആന്ധ്രയിലേക്ക് ഇത് മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്, ഇതിൻ്റെ ടെസ്റ്റിംഗ് കേന്ദ്രം. അതായത് ബംഗളൂരിൽ നിന്നും ഏതാണ്ട് 300 കിലോമീറ്റർ ദൂരമുണ്ട് ഇപ്പം ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ടെസ്റ്റിംഗ് സെൻറ്റർ സ്ഥാപിച്ച് അവിടെ പോയി പരീക്ഷണം നടത്താൻ. പക്ഷേ ഇവിടെ ഹൊസൂറിൽ സ്ഥാപിക്കാമായിരുന്നു. ഹൊസൂറിൽ റൺവേ വളരെ വലുതാണ്. ഇപ്പോൾ ആന്ധ്രയിൽ കൊടുത്തിരിക്കുന്ന റൺവേയെക്കാളും വലിയ റൺവേ ആണ്. ഫെസിലിറ്റി താരതമ്യേന നല്ലതാണ്. ഇത് തമിഴ്നാട്ടിലേക്ക് വരാനിരുന്നൊരു പ്രോജക്റ്റാണ്. ഇതാണ് നൈസിന് ചന്ദ്രബാബു നായിഡു 16,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതിൽ ഒരു 10,000-2,500 പേർക്ക് ജോലിയൊക്കെ കിട്ടും. അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഇതിനെ ചൊല്ലി തമിഴ്നാട്ടിലുള്ളിലും തർക്കം നടക്കുന്നുണ്ട്. ഇവിടെ ഈ വിജയ് എന്ന് പറഞ്ഞ ഈ പുതിയ തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ, പുള്ളിയുടെ ഭരണകൂടം ഒരു ഇവാഞ്ചലിക്കൽ ഭരണകൂടമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പ്രൊപ്പഗണ്ട നടക്കുന്നുണ്ട്. വിജയ്ക്ക് തമിഴ്നാട്ടിലെ ക്രിസ്ത്യാനികൾ മാത്രമാണോ വോട്ട് ചെയ്തിട്ടുണ്ടാവുക? ഒരിക്കലുമില്ല. ഈ TVK പാർട്ടിയിൽ നിന്നും വിജയിച്ച MLA-മാരെല്ലാവരും ക്രിസ്ത്യാനികളാണോ? ഒരിക്കലുമില്ല. പിന്നെ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു വർഗീയത അല്ലെങ്കിൽ ഒരു ഇവാഞ്ചലിക്കൽ ശൈലിയിൽ തമിഴ്നാട് ഭരിക്കാനൊന്നും പറ്റില്ല. തമിഴ്നാട്ടിലുള്ള ഉത്സവങ്ങളും അമ്പലങ്ങളും തമിഴ്നാട്ടിലുള്ള ആ ഒരു ഹിന്ദുയിസവും ഇതൊന്നും മനസ്സിലാവാത്ത ആൾക്കാരല്ല കേരളത്തിലുള്ള ആൾക്കാർ. ചിലർ അതേപടി ഇവിടെ ആ പ്രൊപ്പഗണ്ട പ്രചരിപ്പിക്കുകയാണ്. എന്തോ ക്രിസ്ത്യാനികൾക്ക് തമിഴ്നാട് തീരെഴുതി കൊടുത്തതുപോലെയുള്ള ഒരു വാർത്ത ഞാൻ കേൾക്കാനിടയായി. ഇതൊക്കെ വിഡ്ഢിത്തരം മാത്രമാണ്. വർഗീയത മനസ്സിനുള്ളിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഒരു ഡെമോക്രറ്റിക് ഗവൺമെൻറ്റിനെ ഇത്തരത്തിൽ ഇവാഞ്ചലിക്കലാണ് എന്ന് പ്രൈസ് ചെയ്യാൻ കഴിയുള്ളൂ. ക്രിസ്ത്യാനികൾ തന്നെ ഇരുന്ന് പ്രൈസ് ചെയ്യാണ്. അതായത് ഈ ക്രിസ്ത്യൻ മിനിസ്ട്രിക്ക് താഴെ പ്രവർത്തിക്കുന്ന ഭരണകൂടമാണ് എന്നുള്ള തരത്തിൽ. ഇപ്പം ഈ 16,000 കോടിയുടെ ഈ AMCA പ്രോജക്റ്റ്, ടെസ്റ്റിംഗ് പ്രോജക്റ്റ് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിലേക്ക് പോയതിന് വേറെ കാരണങ്ങളുണ്ട്. BJP പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട്, സെൻട്രലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രബാബു നായിഡു വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകകക്ഷിയാണ്. പ്രൈം മിനിസ്റ്റർ മോദി അവിടെ ഭരിക്കണം എന്നുണ്ടെങ്കിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ 16 സീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ഗുജറാത്തിനും ഇത്തവണത്തെ മോദി ഗവൺമെൻറ്റിൽ നിന്നും നിരവധി പ്രോജക്റ്റുകൾ പോകുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഈ ഗവൺമെൻറ്റിൻ്റെ പോരായ്മയും കൂടിയാണ്. എനിവേ, AMCA പ്രോജക്റ്റ് ഇന്ത്യയുടെ പ്രോജക്റ്റാണ്. അതിപ്പം ആന്ധ്രയിൽ ലോഞ്ച് ചെയ്താലും തമിഴ്നാട്ടിൽ ലോഞ്ച് ചെയ്താലും ഇന്ത്യക്ക് തന്നെയാണ് ഗുണം. പക്ഷേ ഇത്രയും ഡിസ്റ്റൻസ്, അതായത് ഈ ഹെഡ് ഓഫീസിൽ നിന്നും 300 കിലോമീറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ തവണ ഈ പരീക്ഷണം നടക്കുമ്പോഴും കംപ്ലീറ്റ് സാമഗ്രികളുമായിട്ട് എല്ലാവരും കെട്ടിപ്പറക്കി 300 കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ എത്തണം. മനസ്സിലായി? അപ്പോൾ ഇതൊരു ഡിലേ സംഭവിക്കുമെന്ന് വെച്ചാൽ ചെറിയ ഡിലേ സംഭവിക്കും. ആപ്റ്റബിൾ, സ്യൂട്ടബിൾ ആയിട്ടുള്ള, കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് DRDO പോലത്തെ സ്ഥാപനങ്ങളൊക്കെ തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷേ DRDOയിൽ പോലും ഈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തമിഴ്നാട്ടിൽ പ്രചരിപ്പിക്കുന്ന മറ്റൊരു സംഗതിയാണ് സനാതനത്തിനെ ഞങ്ങൾ ഇല്ലാതാക്കുന്നത്. അപ്പോൾ സനാതനത്തിനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞാൽ, ഈ സനാതനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. സനാതനം എന്ന് പറഞ്ഞാൽ ഹിന്ദുയിസമാണ്. ഹിന്ദുയിസത്തിനെ ഇല്ലാതാക്കണം എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന മുദ്രാവാക്യങ്ങളും അവിടെ നിന്ന് വരുന്ന പ്രസ്താവനകളും. ചില പർട്ടിക്കുലർ സ്പെസിഫിക് MLA-മാർ ഇത് എന്തെന്നറിയാതെ ഇതിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. അതായത് ഇവിടെ ആരെയും ഉന്മൂലനം ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനമായിട്ടും
ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിംസിനും മറ്റുള്ള ഏത് മതം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും ഒരേപോലെ താമസിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നോക്കിക്കാണാൻ. വി ആർ എഡ്യൂക്കേറ്റഡ്, ബ്രോഡ് മൈൻഡഡ് ആണ്. അല്ലാതെ നമ്മൾ ഇന്ന ആൾക്കാരെ, ഇന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ നമ്മൾ ഉന്മൂലനം ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിഡ്ഢിത്തരം മാത്രമാണ്. അതുപോലെ അവരവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ ഒരു നേതൃത്വ നിരയിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ വ്യക്തിപരമായിട്ടുള്ള മതത്തിനെ വെച്ചുകൊണ്ട് ആ എൻറ്റയർ ടീമിനെ വിലയിരുത്തുന്നത് വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണ്. ഇത് ചില വയസ്സായ ആൾക്കാർ, ചില പ്രായമുള്ള ആൾക്കാർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആത്മീയത കൂടിയ ആൾക്കാർ ഇതൊക്കെ ഇതുപോലെ വർഗീയവൽക്കരിച്ച് കാണാൻ ശ്രമിക്കുന്നുണ്ട്. അത് ശരിക്കും മീഡിയയിലൂടെ വിളിച്ച് പറയാനും മടി കാണിക്കാതെ പുതിയ തലമുറയും കൂടി ഇതുപോലെ വിഷം കുത്തി വെക്കുകയാണെന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. നമ്മൾ ആരെയും ഇവിടെ ഇല്ലാതാക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരല്ല. ചെറിയ ലൈഫാണ്, കുറച്ച് ടൈമാണ് നമ്മളുടെ കയ്യിലുള്ളത്. നമ്മൾ എന്തെങ്കിലും ഫ്യൂച്ചർ തലമുറയ്ക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്ത് അത്രയും ചെറിയൊരു കോൺട്രിബ്യൂഷൻ എങ്കിലും കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇത്തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ മുന്നോട്ട് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ വിഷയത്തിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പൊളിറ്റിക്കൽ വിഷയമായിട്ട് മാറും ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ ഇതിനകത്ത് പറയുന്നില്ല. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.